ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഹോങ്കോങ്ങിലേക്കുള്ള നേഴ്സ് റിക്രൂട്ട്മെന്റിന്റെ അപ്ഡേറ്റുകൾ പറയാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 3 മാസമായിട്ട് ഹോങ്കോങ്ങിലേക്കുള്ള നേഴ്സ് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മാസങ്ങളിലൊക്കെ ഇന്റർവ്യൂ നടന്നുകൊണ്ട് റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തതാണ്. അതിനുശേഷം നടന്ന ഇന്റർവ്യൂസിന്റെ ഒന്നും റിസൾട്ട് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. എല്ലാവരും പേഷ്യൻസോടുകൂടെ തന്നെ വെയിറ്റ് ചെയ്യുക. ആദ്യഘട്ടത്തിൽ നടന്ന ഇന്റർവ്യൂസിന്റെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ മലയാളീസും അതിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഏകദേശം 20 പേരാണ് ടോട്ടലി സെലക്ട് ആയിട്ടുള്ളത്. അതായത് ഒരു മാസം മുമ്പ് പബ്ലിഷ് ചെയ്ത അതിൻ്റെ അകത്ത് നമ്മുടെ മലയാളികളും ഉണ്ട്. 20 പേരും മലയാളികളല്ല, മലയാളീസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിനേഴ്സ് ഉണ്ട്, ചൈനീസുകാരുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് സെലക്ട് ആയിരിക്കുന്നത്. എല്ലാവരുടെയും ഒരുമിച്ച് ഒരു സൂം മീറ്റിംഗ് നടത്തിയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രോസസ്സിങ് കാര്യങ്ങൾ, ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിൽ അവർക്ക് വന്ന ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി പാസ് ആവുന്നവർക്ക് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇവരുടെ പ്രോസസ്സിങ് ഓൾറെഡി നടക്കുന്നത് കൊണ്ട് അവരോടും നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റുകൾ ചെയ്യാറുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡൗട്ട്സുകളുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് അവരുടെ പ്രോസസ്സിങ് നടക്കുന്നത്. അവർക്ക് ടോട്ടലി 6 മന്താണ് പ്രോസസ്സിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത ആ സൈറ്റിൽ കുറെ ജനറൽ ഇൻഫർമേഷൻസും അതുപോലെ സാലറി പാക്കേജ് ഒക്കെ കൊടുത്തിരുന്നു. അതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ സെലക്ട് ആയവരോട് പറഞ്ഞിരിക്കുന്നത്. ആ സെയിം സാലറി തന്നെയാണ്, ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞ സെയിം സാലറിയിൽ തന്നെയാണ് അവരും സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് അവർക്ക് കൂടുതൽ സാലറി കിട്ടും. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അലവൻസുകളും ഇവർക്കും കിട്ടും. ഇപ്പോഴും ആളുകൾക്ക് ഇത് ഗവൺമെന്റ് ജോബാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി എന്ന് പറയുന്നത് ഹോങ്കോങ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ്. അവിടേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഹോങ്കോങ്ങിലേക്ക് ഇത്രയും സാലറി ഉണ്ടെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഹോങ്കോങ്ങിനെ കുറിച്ച് അങ്ങനെ ആർക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ആളുകൾ ചോദിക്കുന്നത്. ശരിക്കും ഹോങ്കോങ് എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ചൈനയുടെ സ്പെഷ്യൽ റീജിയൻ ആണ്. ഒരു ബ്രിട്ടീഷ് കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഉള്ള രാജ്യവുമാണ്. അതുകൊണ്ടാണ് ഇത്രയും സാലറി എല്ലാ ജോബ്സിനും ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ച് എക്സ്പെൻസീവ് കൺട്രി ആണെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സേവിങ്സ് ഒന്നും ഇല്ല എന്നല്ല. ഹോങ്കോങ്ങിൽ എല്ലാവരും വരുന്നത് തന്നെ നല്ലൊരു ശതമാനം സേവിങ്സ് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വേറെ കാര്യത്തിലേക്ക് കടന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നഴ്സ് റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ആദ്യഘട്ട ഇന്റർവ്യൂസ് കഴിഞ്ഞു. അതിൽ സെലക്ട് ആകാരുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മന്താണ് അവരുടെ പ്രോസസ്സിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടെ എനിക്കിന്ന് പറയാനുണ്ട്. അതായത് നമ്മുടെ സൈറ്റിൽ കൊടുത്തിരുന്ന ജനറൽ ഇൻഫർമേഷൻസ് വായിച്ചവർക്കറിയാം, സ്പെഷ്യൽ രജിസ്ട്രേഷന് അല്ലെങ്കിൽ ലിമിറ്റഡ് രജിസ്ട്രേഷൻ വഴിയാണ് ഹോങ്കോങ്ങിലേക്ക് എക്സാം ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. സെലക്ട് ആയവരെ അവർ തന്നെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ആവുന്നവർക്ക് ഒരു ഡ്രൈവ് തരും. നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം അവർ നഴ്സിംഗ് കൗൺസിലിലേക്ക് അത് കൈമാറും. അവരാണ് നഴ്സിംഗ് കൗൺസിലേക്ക് കൈമാറി അവര് എല്ലാ വെരിഫിക്കേഷനും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ തരാൻ യോഗ്യരാണോ എന്നുള്ള കാര്യങ്ങൾ അവർ നോക്കും. ആ വെരിഫിക്കേഷന് ശേഷമാണ് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആണോ ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആണോ നമുക്ക് അവർ തരുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആയാലും സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആയാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സാലറിയിൽ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് ഓരോ ഗ്രേഡ് ഉണ്ടല്ലോ, നഴ്സുമാർക്ക് ഓരോ ഗ്രേഡ്, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം ഓരോ ഗ്രേഡ് ഉണ്ട്. അപ്പൊ ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഏറ്റവും താഴെയുള്ള ഗ്രേഡ്, സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആണ് അതിന് മുകളിലേക്ക്, അതിനുശേഷമാണ് ഫുൾ രജിസ്ട്രേഷൻ. അതായത് 3 years റിന്യൂവൽ കോൺട്രാക്ട് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 years ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഫുൾ രജിസ്ട്രേഷൻ പിന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഫുൾ രജിസ്ട്രേഡ് നേഴ്സ് ആയിട്ട് ഇവിടെ മാറും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ 2ാം ഘട്ട ഇന്റർവ്യൂ നടന്നവര് ആരും വിഷമിക്കേണ്ട, നിങ്ങൾ സ്റ്റിൽ വെയിറ്റ് ചെയ്യുക. കാരണം
ആഴ്ചയിൽ ഒരു 3 days എങ്കിലും ഇപ്പോഴും ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. നമ്മുടെ മലയാളീസ് ഒരുപാട് പേര് ഇപ്പോഴും അറ്റൻഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ നടന്ന ഇന്റർവ്യൂസിന്റെ റിസൾട്ട് ആയിരിക്കും ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട്, വീണ്ടും ചോദിക്കുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എന്ത് എക്സ്പീരിയൻസ് ആണോ കാണിച്ചിരിക്കുന്നത്, അപ്പൊ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പറയാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറയും. നിങ്ങൾ എന്താണോ അവരോട് എക്സ്പീരിയൻസ് പറയുന്നത്, തീർച്ചയായിട്ടും അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഇപ്പോൾ വളരെ ഷോർട്ടാക്കിയാണ് അവർ നടത്തുന്നത്. അവർ തന്ന ടൈമിനേക്കാളും 1 മണിക്കൂർ ഡിലേ ഒക്കെ ആവുന്നുണ്ട്. കാരണം അതുപോലെ ഇന്റർവ്യൂസ് അവരിപ്പം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർക്ക് ഇംപ്രഷൻ കിട്ടിയില്ല പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ നിർത്തുന്ന പോലെയാണ് പലരും പറഞ്ഞിരിക്കുന്നത്. അത് ഇംപ്രഷന്റെ ആണോ അതോ അവർക്ക് 1-2 ക്വസ്റ്റ്യൻസിൽ തന്നെ കാൻഡിഡേറ്റിന്റെ കേപ്പബിലിറ്റീസ് മനസ്സിലായിട്ടാണോ എന്നും അറിയില്ല. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളൊക്കെ സെലക്ട് ആവട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാം, നിങ്ങൾ കമന്റ്സ് മാത്രം ഇട്ടാൽ പോരാ, വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നേഴ്സ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. അതിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഹോങ്കോങ്ങിലെ മറ്റുള്ള ജോലി സാധ്യതകളോ അതുപോലെ തന്നെ എഡ്യൂക്കേഷനോ യൂണിവേഴ്സിറ്റി കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ അത് വെച്ച് നമ്മൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ.